ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ അതൊരു പുതുക്കത്തിന്റെ അനുഭവമാണല്ലോ, അല്ലെങ്കിൽ പുതുജീവിതത്തിന്റെ അനുഭവമാണല്ലോ, ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന്റെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ലഭിച്ച ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുക. ഈ ഭാഗം വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ ഇടയിലെ ഉപവാസ പ്രാർത്ഥനകൾക്കോ മറ്റു കൂട്ടുകാർക്കോ ഒക്കെ ഇത്തരം ഒരു ഭാഗം ചിന്തിക്കുക അപൂർവമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ ഒരു പുതിയ അനുഭവം നമുക്കുണ്ടാവണം എന്നുള്ളത് കൊണ്ടും, ഒരു പുതുക്കം നമുക്കുണ്ടാകണം എന്നുള്ളത് കൊണ്ടും, ഒരു പുതിയ പിറവി നമുക്കുണ്ടാകണം എന്നുള്ളത് കൊണ്ടും ഈ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം ശ്രദ്ധിക്കുക. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ AD 48 അഥവാ AD 57, 58 ഈ കാലഘട്ടങ്ങൾ 57-58 കാലഘട്ടങ്ങളിൽ മക്കദോനിയിൽ വെച്ച് എഴുതിയ ഗലാത്യയിലെ രണ്ടാം സന്ദർശന സമയത്ത് അതിനുശേഷം എഴുതുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനം എന്ന് നമുക്കറിയാം. പൗലോസ് തന്റെ ഒന്നാം മിഷണറി യാത്രയിൽ ഗലാത്യ സഭ സ്ഥാപിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 13-14 വാക്യം വായിക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും. അനന്തരം പിസ്കിയ, അന്ത്യോക്യ തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനഗോഗുകളിൽ പൗലോസ് പ്രസംഗിച്ചതിന്റെ ഫലമായി അനേക ജാതികൾ ക്രിസ്തുവിനെ വിശ്വസിക്കുവാനിടയായിട്ടില്ല. അങ്ങനെ യഹൂദന്മാർ പൗലോസിനെയും ബർന്നബാസിനെയും ഉപദ്രവിക്കുന്നു. അങ്ങനെ പട്ടണത്തിൽ നിന്നും പുറത്താക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 16 മുതൽ 52 വരെയുള്ള വാക്യം. പൗലോസ് നേരെ ഇക്കോനിലേക്ക് പോയി വീണ്ടും പ്രസംഗിക്കുന്നു. അവിടെ യവനന്മാർ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. വീണ്ടും പൗലോസ് യാത്ര ചെയ്യുന്നു. ആ സമയത്ത് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ പൗലോസ് ലുസ്ത്രയിൽ ജന്മന മുടന്തനായ ഒരു വ്യക്തിയെ സൗഖ്യമാക്കി. ജനം അപ്പോസ്തലന്മാരെ അവരെ ആരാധിക്കാൻ തുടങ്ങി. അപ്പം ശ്രദ്ധിക്കുക, ഇപ്പം ഈ ഞാൻ പറഞ്ഞു വരുന്നത് ലേഖനം എഴുതാനുള്ള ഒരു സാഹചര്യമാണ്. ശ്രദ്ധിച്ചേ, അപ്പം ജന്മനാ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയ പൗലോസിനെയും തന്നോടൊപ്പമുള്ള സഹയാത്രികരെയും ജനമെല്ലാം ആരാധിക്കുവാനും കുമ്പിടുവാനും നമസ്കരിക്കുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ പൗലോസ് അവരെ വിലക്കി മുൻപോട്ട് പോകുന്നതാണ് കാണാൻ കഴിയും. ചുരുക്കം പറഞ്ഞാൽ ഗലാത്യ സഭ രണ്ടാം മിഷണറി യാത്രയിൽ താൻ സ്ഥാപിക്കുമ്പോൾ ആ സഭയിൽ ഉണ്ടായിരുന്ന ആളുകൾ സങ്കര സംസ്കാരമുള്ള ആളുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് വന്നിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ, അതുപോലെ തന്നെ ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് വന്നിട്ടുള്ള ആളുകൾ. ഇങ്ങനെ സംസ്കാര സമ്പന്നമായ ഇരിക്കുന്ന ഒരു സഭ, ആ സഭയിൽ പൗലോസ് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ സഭ സ്ഥാപിക്കുവാനും പിന്നീട് താൻ അവിടെ നിന്നും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വീണ്ടും മടങ്ങിപ്പോയപ്പോൾ ആ സഭയിൽ ഉണ്ടായ ദുരുപദേഷ്ടന്മാരുടെയും കടന്നുകയറ്റത്തിന്റെയൊക്കെ ഫലമായിട്ടാണ് ആ സഭയിലേക്ക് വീണ്ടും ഈ ലേഖനം എഴുതുവാൻ ഇടയായിത്തീരുന്നത്. ഇനി ആമുഖമായിട്ട് അത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കട്ടെ. കാരണം ഇതിന്റെ ഈ ലേഖനം എഴുതാനുള്ള സാഹചര്യമെല്ലാം പറയാനുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലില്ല. എന്നാലും ഒരു 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഉപവാസത്തിലേക്ക് വരാം. തന്റെ സുദീർഘമായ അസാന്നിധ്യം ഗലാത്യ സഭ സ്ഥാപിക്കുന്നു. അതിനുശേഷം താൻ മുൻപോട്ട് പോകുന്നു. അങ്ങനെ പോയപ്പോൾ തന്റെ അസാന്നിധ്യം കൊണ്ട് അവിടേക്ക് ചില പാഷാണ്ഡം എന്ന് പറഞ്ഞാൽ ഈ അപകടകരമായിരിക്കുന്ന ദുരുപദേശങ്ങൾ കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. അതിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് ഈ ലേഖനം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, യഹൂദ ദുരുപദേഷ്ടന്മാർ ഈ സഭയിലേക്ക് കടന്നു കയറുകയും അവർ ജനത്തെ തെറ്റിക്കുവാൻ ഇടയായിത്തീർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്പോസ്തലത്വത്തെ അവർ നിഷേധിക്കുവാൻ ഇടയായിത്തീർന്നു.
കൃപയുടെ സുവിശേഷം തുച്ഛീകരിക്കുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെ നിരവധി കാരണങ്ങളാണ് ഗലാത്യ ലേഖനം എഴുതുവാൻ പൗലോസിനെ പ്രേരിപ്പിച്ചത്. ആ ലേഖനത്തില് വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ചിന്തയാണ് നമ്മൾ വായിച്ചത്. ഞാൻ അതിലേക്ക് വരാം. ശ്രദ്ധിക്കുക, ഈ ഉപവാസം ഞാൻ വായിച്ച വാക്യത്തിന്റെ തലക്കുറി ഞാൻ പറഞ്ഞത് എന്റെ പ്രസംഗത്തിന്റെ തലക്കെട്ടെന്ന് പറയുന്നത് ഈറ്റുന്നോവും പിറവിയും എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഉപവാസം എന്ന വാക്കിന് അതിന്റെ മൂലപദത്തിൽ കൊടുത്തിരിക്കുന്ന പദം സ്യൂം എന്ന പദം. സ്യൂം എന്ന മൂലപദത്തിന്റെ അർത്ഥം അഥവാ ടു ഷട്ട് ദ മൗത്ത് എന്ന വായടച്ചിരിക്കുക എന്ന്. ശ്രദ്ധിച്ചേ, ഉപവാസം എന്ന വാക്കിന് സ്യൂം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ടു ഷട്ട് ദ മൗത്ത് എന്നാൽ എന്ന് പറഞ്ഞാൽ വാ അടച്ച് ഇരിക്കുക. അതാണ് അതിന്റെ അർത്ഥം. അത് തന്നെയാണ് ഇപ്പൊ നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ വായടച്ച് ഇരിക്കുക. ശ്രദ്ധിച്ചേ, എന്ന് പറഞ്ഞാൽ പുറം ലോകത്തേക്കുള്ള സകല വാതായനങ്ങളും കൊട്ടിയടച്ചിട്ട് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന പ്രക്രിയയാണ് വാസ്തവത്തിൽ ഉപവാസം എന്ന് പറയുന്നത്. പറയാം, പുറം ലോകത്തേക്കുള്ള സകല വാതായനങ്ങളും സകല വാതിലുകളും കൊട്ടിയടക്കുക. അതിനുശേഷം നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന പ്രക്രിയയാണ് വാസ്തവത്തിൽ ഉപവാസം എന്ന് പറയുക. എവിടെയാണ് പുതുജനനം നടക്കുന്നത്? എവിടെയാണ് പിറവി നടക്കുന്നത്? എവിടെയാണ് പുതുതായി ഒന്ന് സ്ഥാപിക്കപ്പെടുന്നത്? ഇത്തരത്തിൽ ദൈവോന്മുഖമായിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യൻ എപ്പോൾ എത്തിച്ചേരുമോ അവിടെയാണ് ഒരു പുതിയ ജനനം നടക്കുന്നത്. എലീശയുടെ പ്രവാചക ശിഷ്യന്റെ ഭാര്യ പ്രവാചകൻ മരിച്ച ശേഷം ഈ പ്രവാചകന്റെ വലിയ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കടക്കാർ മുഴുവൻ ഞങ്ങളെ പിടിച്ചുകൊണ്ടു പോകാൻ വരുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. കഥ നമുക്കറിയാം. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട്? കുറച്ച് എണ്ണയുണ്ട്. ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ ചെല്ലുക, വെറും പാത്രങ്ങൾ കുറവായിരിക്കരുത്. അതുകൊണ്ട് തന്നെ പാത്രങ്ങൾ മുഴുവൻ കടം വാങ്ങിക്കുക, പാത്രങ്ങൾ നിരത്തി വെക്കുക, വീട് പൂട്ടുക, അതിനകത്ത് നിങ്ങൾ മാത്രം കയറിയ ശേഷം ഈ എണ്ണ അങ്ങോട്ട് പകരുക. ശ്രദ്ധിക്കുക, വാസ്തവത്തിൽ സ്യൂം എന്ന വാക്ക് അഥവാ ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം നമ്മളുടെ വിഷയങ്ങൾ കൃത്യമായി ദൈവസന്നിധിയിൽ അറിയിക്കാനും അത് പകരാനുമുള്ള ഒരു നല്ല ഉപാധിയാണ് വാസ്തവത്തിൽ ഉപവാസം എന്ന് പറയുന്നത്. നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്ക് പരിഹരിക്കപ്പെടേണ്ടത് എന്താണ്? അത് കൃത്യമായി പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയുടെ പേരാണ് വാസ്തവത്തിൽ ഉപവാസം എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാര്യം പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിർമ്മിക്കുക. ഈ വായിച്ച ഭാഗത്തേക്ക് വരാം. അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു ആ വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ. ശ്രദ്ധിക്കണം, പൗലോസിന്റെ വാക്കുകൾ മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ആർജവമുള്ള, വളരെ തന്റെ ഇടമുള്ള, എന്റെ ഭാഷയിൽ പറഞ്ഞ തന്റെ ഇടമുള്ള, ആ താർക്കികന്മാർക്ക് നേരെ ശക്തമായ ചാട്ടുളി പോലെ കടന്നു ചെല്ലുന്ന, ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കത്തക്ക നിലയിൽ ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ ഉയരുന്ന ഏതൊരു ചോദ്യത്തിനും മറുപടിയുള്ള നല്ല ആഴത്വമുള്ള വാക്കുകളാണ് പൗലോസിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, പേശീദാത്യബലമുള്ള എന്ന് പറഞ്ഞാൽ അസ്ഥിബലമുള്ള വാക്കുകൾ. ഒരു വ്യക്തിയെ പോലും വാക്കുകൾ കൊണ്ട് ക്രിസ്തു മാർഗത്തെയോ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയെയോ ഒരിക്കൽ പോലും തച്ചുടയ്ക്കാനാവാത്ത വിധത്തിൽ പേശീദാർഢ്യമുള്ള, ബലമുള്ള, അസ്ഥിബലമുള്ള, വളരെ ആർജവമുള്ള, ഉറക്കെ പറയാൻ പറ്റുന്ന വാക്കുകളാണ് പൗലോസ് തന്റെ ലേഖനങ്ങളിലൂടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായി ഒരു സൈനവഭാവമുള്ള, ഒരു സ്ത്രീ സഹജഭാവമുള്ള, ഒരു സ്ത്രീയുടെ മനസ്സുള്ള ഒരു വാക്യമാണ് നമ്മൾ ഈ വായിച്ചത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീ തന്റെ പ്രസവ സമയത്ത് അനുഭവിക്കുന്ന എല്ലാ മാനസിക വ്യഥയിലൂടെയും എല്ലാ അവസ്ഥയിലൂടെയും കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുന്ന അവസ്ഥയിലൂടെയാണ് എഴുത്തുകാരനായ പൗലോസും കടന്നു പോകുന്നത്. എന്താ കാരണം? താൻ സ്ഥാപിച്ച സഭയിൽ, ഗലാത്യ സഭയിൽ സങ്കര സംസ്കാരമുള്ള,
ദുരുപദേശകന്മാരെ കൊണ്ട് നിറഞ്ഞ, സത്യോപദേശത്തെ എതിർക്കുന്ന, അതുപോലെ തന്നെ മറ്റ് പല ഉപദേശങ്ങൾ കടന്നു വരുന്ന, അപ്പോസ്തോലികത്വത്തെ നിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റിട്ട് സത്യസഭ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അതിനെ തച്ചുടയ്ക്കുന്ന കാഴ്ച കണ്ടിട്ട് പൗലോസ് വളരെ വേദനപ്പെട്ടിട്ട് പറയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു പുതിയ ജന്മമെടുക്കുന്ന അവസ്ഥയിലാണ് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളെ കുറിച്ച് ഞാൻ ഓർക്കുന്നത്. ശ്രദ്ധിച്ചേ, ഇനി 1, 2, 3, 4 പോയിന്റ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നമുക്കറിയാം, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്നു എന്നതിന്റെ അർത്ഥം ഇഷ്ടാനിഷ്ടങ്ങളുടെ തകിടം മറിച്ചില്ല. ശ്രദ്ധിക്കണം, നമ്മൾ ഉപവാസപ്രാർത്ഥനയിലാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ, ഒരു ഉരുവിനെ ഉദരത്തിൽ പേറുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവ് ഇഷ്ടാനിഷ്ടങ്ങളുടെ തിരിച്ചറിവ് അല്ലെ. ഒരു നവാതിഥിയുടെ സാന്നിധ്യം എങ്ങനെയാണ് ഒരു സ്ത്രീ തിരിച്ചറിയുന്നത്, മറ്റുള്ളവർ തിരിച്ചറിയുന്നത്? ഇന്നലെ ഇഷ്ടമായിരുന്നത് മുഴുവൻ ഇന്ന് എന്ത് ചെയ്യാ? ഇഷ്ടമല്ല. ഇന്ന് ഇഷ്ടമായിരുന്നത് മുഴുവൻ എന്ത് ചെയ്യാ? ഇഷ്ടമല്ലാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെയല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ ഇഷ്ടമായിരുന്നത് മുഴുവൻ എന്താ? ഇന്ന് എനിക്ക് ഇഷ്ടമല്ല. ഇന്നലെ എനിക്ക് ഇഷ്ടമില്ലാതിരുന്നത് മുഴുവൻ എന്ത് ചെയ്യാ? ഇന്ന് ഇഷ്ടമായി തുടങ്ങി. അത് തന്നെയാണ് ഉപവാസത്തിൽ നടക്കേണ്ടത്. ശ്രദ്ധിച്ചേ, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവ് ഇന്നലെ വരെ നമുക്ക് ഇഷ്ടമായിരുന്നത് മുഴുവൻ ഇന്ന് എനിക്ക് ഇഷ്ടമല്ല, ഇന്ന് വരെ ഇഷ്ടമായിരുന്ന മുഴുവൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് വളരെ ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന സമയമാണ് വാസ്തവത്തിൽ ഉപവാസം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ക്രിസ്തുരുവായ, അഥവാ ഒരു ഹൃദയത്തിൽ, ഒരു ഉദരത്തിൽ പേറുന്നു എന്നതിന്റെ തെളിവാണ്. ക്രിസ്തു ഹൃദയത്തിൽ പേറുന്നു എന്നതിന്റെ തെളിവെന്താ? എനിക്ക് ഇഷ്ടമല്ലാതിരുന്ന മുഴുവൻ ഇന്ന് എനിക്ക് ഇഷ്ടമാണ്. ഇന്നലെ വരെ എനിക്ക് ഇഷ്ടമായിരുന്ന മുഴുവൻ ഇന്ന് എനിക്ക് ഇഷ്ടമല്ല എന്ത് ചെയ്യാ എന്ന് പറയണം. ഉദാഹരണമല്ല, ഞാൻ സംഭവിച്ചൊരു കാര്യം. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ശേഷമാണ് 2 പെൺപിള്ളേരെ ദൈവം തന്നത്. ശ്രദ്ധിച്ചേ, അപ്പം അതിനുശേഷം ഈ 3ാമത് സോണിയ പ്രഗ്നൻസി ആയി കഴിഞ്ഞപ്പോ പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് അങ്ങനെയാണെന്ന് ഓരോ ആഗ്രഹങ്ങൾ പറയൂല അല്ലേ പെണ്ണുങ്ങള്, എനിക്ക് മസാല ദോശ തിന്നാൻ ആഗ്രഹമാണ്. പിന്നെ മസാല ദോശ തിന്നാൻ ആഗ്രഹം വാങ്ങിച്ചാലോ? അതല്ല, എനിക്ക് ആനന്ദിൽ എന്ത് ചെയ്യണം? മസാല ദോശ വേണം. കുഴപ്പമില്ല, ആനന്ദം വാങ്ങിക്കാം. പോരാ, ആനന്ദം വാങ്ങിച്ചാൽ പോരാ, അത് മലയാള മനോരമയ്ക്കകത്ത് പൊതിഞ്ഞ് കൊണ്ടുവരണം. എന്തോ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞാൽ, ഈ മസാലയ്ക്ക് ഒരു മണമുണ്ട്, അത് പേപ്പറിനകത്ത്, ന്യൂസ് പേപ്പറിനകത്ത് പൊതിയുമ്പോൾ ഒരു മണമുണ്ട്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അവളാണെങ്കിൽ ഇന്ന് വരെ ഈ മസാല എന്ന് പറഞ്ഞ കാര്യമായിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു. മനസ്സിലായോ? പിന്നെ അത് ഇന്നെന്ത് ചെയ്യാ? അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷമാണ് ഞങ്ങള് ഡോക്ടറെ പോയി കണ്ടത്. എന്നിട്ട് അപ്പം മസാല ദോശ കഴിച്ചാൽ പോലെ അതെന്ത് ചെയ്യണം? മനോരമ പേപ്പറിനകത്ത് പൊതിഞ്ഞ് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പം ഇന്നലെ വരെ ഇഷ്ടമില്ലാതിരുന്ന പലതും ഇന്ന് ഇഷ്ടമായി തീരുക. ഇന്ന് ഇഷ്ടമായിരുന്ന എന്റേതും മാത്രം ഇത് എന്റേതെന്ന് അവകാശം പറഞ്ഞിരുന്ന പലതും എനിക്ക് വേണ്ട എന്ന് വെക്കുന്ന ഒരു കാര്യപരിപാടിയാണ് ഹൃദയത്തിൽ യേശുവായ ക്രിസ്തു എന്റെ ഹൃദയത്തിൽ ഉരുവായി എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവ്. എനിക്ക് ഇന്നലെ എന്തിനോടൊക്കെ പ്രതിബദ്ധത ഉണ്ടായിരുന്നുവോ, എന്തൊക്കെ ഇഷ്ടമുണ്ടായിരുന്നുവോ, ആഗ്രഹമുണ്ടായിരുന്നുവോ, അതൊക്കെ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? ദൂരേക്ക് വലിച്ചെറിയണം. പ്രിയമുള്ളവരെ, ഒരു ഉപവാസത്തിൽ നടക്കേണ്ടത് അത് തന്നെയാണ്. ഒരു പുതിയ ജനനം നടക്കണമെങ്കിൽ ഇന്നലെ വരെ ഇഷ്ടമായിരുന്നത് ഇന്ന് ഇഷ്ടമില്ല എന്ന് പറയാനുള്ള ആ ഒരു അറിവ് നമുക്കുണ്ടാവണം, ഒരു സാമാന്യ ബോധം നമുക്കുണ്ടാവണം. ഇന്നലെ വരെ ഇഷ്ടമില്ലാതിരുന്നതൊക്കെ ഇന്ന് എനിക്ക് ഇഷ്ടമാ എന്ന് പറയാനുള്ള ഒരു ഒരുക്കം നമുക്ക് ഉണ്ടാവണം.
അവിടെയാണ് ക്രിസ്തു നമ്മൾ ജനിച്ചു എന്നതിന്റെ തെളിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഒരു ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഓരോ കുഞ്ഞും ഉള്ളിൽ വളരുന്നത് അമ്മയെ ഭക്ഷിച്ചുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ശരിയല്ലേ? ഒരു കുഞ്ഞ് ഒരു സ്ത്രീയുടെ ഉള്ളിൽ വളരുന്നത് അമ്മയെ, നിങ്ങൾ പ്രതീക്ഷിച്ച തലയെ കൈവച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കി ആള് അകത്ത് വാരുന്നതാണ്. ഉപവാസത്തിൽ അങ്ങനെ ഒരു സ്വന്തമായിട്ട് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ ഇല്ലയോ ഒരു ടെസ്റ്റ് നമുക്ക് നടത്താം. എങ്ങനെയാണ്? ഓരോ കുഞ്ഞും ഒരു അമ്മയുടെ ഉള്ളിൽ വളരുന്നത് അമ്മയെ ഭക്ഷിച്ചുകൊണ്ടാണ്. ശ്രദ്ധിച്ചേ, കുഞ്ഞിന്റെ ആദ്യത്തെ വിരുന്ന് എന്ന് പറയുന്നത് ആരാ? അമ്മയും. കുഞ്ഞിന്റെ ആദ്യത്തെ വിരുന്ന് ആരാ? ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവായി കഴിഞ്ഞാൽ അമ്മ എന്ത് ഭക്ഷിക്കുന്നുവോ, അമ്മ എന്ത് കഴിക്കുന്നുവോ അതാണ് കുഞ്ഞിന്റെ ഭക്ഷണം. അങ്ങനെയാണെങ്കിൽ അമ്മയെ ഭക്ഷിച്ചുകൊണ്ട്, അമ്മ ഭക്ഷിക്കുന്നത് അമ്മയെ ഭക്ഷിച്ചുകൊണ്ട് അമ്മയിൽ നിന്നും ആർജിക്കാൻ കഴിയുന്ന ഊർജം കൊണ്ട് ജീവിക്കുവാൻ കുഞ്ഞു തുടങ്ങുന്നു. അതാണ് ഒരു ഉള്ളിൽ ഉരുവായി എന്നതിന്റെ തെളിവ്. ശ്രദ്ധിച്ചേ, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വളരുന്നു എന്നതിന്റെ തെളിവ്, ക്രിസ്തു വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവ്, ക്രിസ്തു വളർച്ച പ്രാപിക്കുന്നു എന്നതിന്റെ തെളിവെന്താ? ക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ ഉള്ളിൽ നമ്മൾ വഹിക്കുന്ന, നമ്മൾ എന്ത് ചെയ്യാ? ക്രിസ്തുവിന്റെ ഭക്ഷിച്ച് വളരുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിച്ചേ, ഈ യേശുവിനെ മറിയ ഗർഭവതിയായിരുന്നപ്പോൾ യേശു ആരെയാകുന്നത്? ആരെയാകുന്നത്? മറിയല്ലേ? നിങ്ങൾ ഈ ആശയം അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. എത്രയോ മഹത്തരകരമായ കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ, ക്രിസ്തു മേരിയെ അല്ലെങ്കിൽ മറിയയെ ഭക്ഷിച്ച് ബലപ്പെട്ടു എന്നൊരു ചിന്ത എത്രയോ മഹത്തരമായ ചിന്തയാണ്. ക്രിസ്തു എന്നിൽ ഉരുവായി എന്നതിന് തെളിവ് ക്രിസ്തു എന്നെ ഭക്ഷിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ഒരു മാതാവ് എന്ത് കുടിക്കുന്നുവോ, ഒരു മാതാവ് എന്ത് ഭക്ഷിക്കുന്നുവോ, മാതാവിന്റെ ഉള്ളിൽ എന്തെല്ലാം ആഹരിക്കുന്നുവോ അതൊക്കെയാണ് കുഞ്ഞിന്റെ ഭക്ഷണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭക്ഷിക്കുന്നത് ക്രിസ്തുവും കൂടി ഭക്ഷിക്കുന്നതാണെന്ന്, നമ്മൾ ഭക്ഷിക്കുന്നത് ക്രിസ്തു കൂടി ഭക്ഷിക്കുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് എന്തെല്ലാം ഭക്ഷിക്കാം, നമുക്ക് എന്തെല്ലാം ജീവിക്കാം, എങ്ങനെ ആയിരിക്കാം എന്ന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാകണം. എന്താ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? ക്രിസ്തു ആരെയും ഭക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന് ഭക്ഷിക്കാൻ കൊള്ളാവുന്ന ഒന്നും ക്രിസ്തുവിനെ ചുമക്കുന്നവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ക്രിസ്തുവിനെ ആഗ്രഹിക്കുന്നവർ, ക്രിസ്തുവിനെ ചുമക്കുന്നവർ കൃത്യമായി ഞാൻ ചുമക്കുന്ന ക്രിസ്തു എന്നെ ഭക്ഷിച്ചാണ് വളരുന്നത് എന്നൊരു ബോധമുണ്ടെങ്കിൽ, ഒരു സാമാന്യ വിവരമുണ്ടെങ്കിൽ, ഒരു സാമാന്യമായിരിക്കുന്ന ബോധം അവരുടെ ഹൃദയങ്ങളിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ കലാപങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകില്ലായിരുന്നു. ഈ കാലത്തിന്റെ പ്രത്യേകത ക്രിസ്തു ഒരു ഭക്ഷിക്കത്തക്ക നിലയിലുള്ള ഭക്ഷണം ആരും കഴിക്കുന്നില്ലെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉപവാസ പ്രാർത്ഥനകളിൽ ഒരു പുനഃപരിശോധനയ്ക്ക് നമ്മൾ വിധേയമാകേണ്ടത്. ഇന്നെങ്ങനെയാ? ആഭരണം പോലെ അണിയുകയും അരിച്ചു വെക്കേണ്ട ഇടങ്ങളിൽ ചിലപ്പോൾ അരിച്ചു വെക്കാൻ കഴിയുന്ന തരത്തിൽ ആടയാഭരണങ്ങളെ പോലെ ക്രിസ്തുവിനെ ചുമക്കാനും ക്രിസ്തുവിനെ വഹിക്കാനും ക്രിസ്തുവിനെ ഭക്ഷിക്കാൻ തയ്യാറാകുന്ന, ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിതം നയിക്കുന്നുവെന്ന് അവകാശം പറയുന്ന ഒരു കൂട്ടരും ഇവിടെ വളർന്നു വരുന്നത് കൊണ്ട് കൃത്യമായി ക്രിസ്തു ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾ മാറിപ്പോയി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് തന്നെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു മടങ്ങി വരവ്, ഞാൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ക്രിസ്തുവിന് കൂടി ആഹരിക്കാൻ പറ്റുന്ന, കഴിക്കാൻ പറ്റുന്ന ഇനമാണോ ഇല്ലയോ എന്ന് ഒരു തിരിച്ചറിവുണ്ടാവണം. ഒന്നുകൂടി ഞാൻ പറയാം, എന്നിൽ ഉളവായ ആ ഒരു നഷ്ടമാകാതെ അവന് കൂടി സ്വീകാര്യമായതാണോ ഞാൻ ആഹരിക്കുന്നത്, ഞാൻ വിഴുങ്ങുന്നത്, ഞാൻ ഭക്ഷിക്കുന്നത്
ഭക്ഷിക്കുന്നത്, ഞാൻ കഴിക്കുന്നത്, ഞാൻ എന്നെ പുഷ്ടിപ്പെടുത്താൻ നടത്തുന്ന സകല കാര്യപരിപാടികളിലും ക്രിസ്തുവിന്റെ സ്ഥാനം എന്താണെന്നുള്ള തിരിച്ചറിവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധന നടത്താം. വാസ്തവത്തിൽ ക്രിസ്തു നമ്മളിൽ വഹിക്കുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ക്രിസ്തു എന്നെ ഭക്ഷിച്ചു വളരുന്നുവെന്ന് എനിക്ക് പറയാൻ പറ്റുന്നു. ശ്രദ്ധിച്ചേ, ക്രിസ്തു എന്നെ ഭക്ഷിച്ചാണ് വളരുന്നത് എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക് എപ്പോഴാണ് എത്തിച്ചേരാൻ കഴിയുക? അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ ക്രിസ്തു ഓളം വളരുക എന്നൊക്കെ പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ വിശാലമായ ആ ഭാഗം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് സമയമില്ലല്ലോ. എന്നാൽ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്കെല്ലാം ഭക്ഷിക്കാനുള്ള അവകാശം ഇല്ല. രാജാവിന്റെ മേശയിൽ ഭക്ഷണത്തിനായി നിരന്തരയായിരിക്കാൻ അവസരം കിട്ടിയ എബ്രായ ബാലന്മാർ പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രമാണത്തിന് വിരുദ്ധമായി, ഞങ്ങളുടെ കൃപയ്ക്ക് വിരുദ്ധമായി, ഞങ്ങൾ ജീവിച്ചു വന്ന ജീവിതചര്യയ്ക്ക് വിരുദ്ധമായി, ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് വിരുദ്ധമായി ഞങ്ങൾ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഉറക്കെ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. എന്റെ ജീവിതചര്യ ഞാൻ അനുവർത്തിച്ചു വരുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രമാണമനുസരിച്ചല്ലാതെ ഒരു കാര്യപരിപാടിയും എനിക്ക് ബാധകമല്ല എന്ന് പറയാനുള്ള ആർജവമാണ് വാസ്തവത്തിൽ ക്രിസ്തു ഉരുവായ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്കിത് പാടില്ല എന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടാകും. ഗോലിയാത്തിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ ശൗല് പറഞ്ഞൊരു കാര്യത്തെ, ദാവീദേ, നീ ഒന്ന് ചെല്ല്, ഞാൻ പരാജയപ്പെട്ടു, നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെല്ല്. അവൻ തയ്യാറായപ്പോൾ ശൗല് പറഞ്ഞൊരു കാര്യമുണ്ട്, പോകുന്ന കൊള്ളാം, ഈ പടച്ചട്ട കൂടി എന്ത് ചെയ്യാം എടുത്തോളാൻ പറഞ്ഞു. ഈ രാജാവ് കൽപ്പനയായതുകൊണ്ട് നിരസിച്ചില്ല. ഇട്ടു നോക്കിയപ്പോൾ ആകെ ഒരു കുഴപ്പം, എന്റെ ഈ ജുബ്ബ എനിക്ക് തന്നെ വലുതാണ്, എനിക്ക് തന്നെ ഇറക്കി കൂടുതല. ഈ ജുബ്ബ ഈ മോണിട്ടർ എങ്ങനെ ഇരിക്കും? പുള്ളി ഊരി വെച്ചിട്ടൊരു കാര്യം പറഞ്ഞു, എനിക്കിത് ശീലമില്ല. ശ്രദ്ധിച്ചേ, ഈ വാക്ക് ശ്രദ്ധിക്കണം, എനിക്കിത് ശീലമില്ല, ശീലിക്കാത്തത് ശീലമില്ല എന്ന് പറയാനുള്ള തന്റെ ഇടം, അതാണ് ക്രിസ്തു വിശ്വാസി എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, എനിക്ക് ശീലമില്ലാത്തത് ഞാൻ ശീലിക്കുകയില്ല എന്ന് പറയാനുള്ള ആഗ്രഹം, തന്റെ ഇടം, അതാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തു ഉരുവായ ഒരുവന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറയുന്നു, തനിക്ക് ശരിയല്ലാത്ത പല കാര്യങ്ങളും കുഞ്ഞിനും ഉചിതമല്ല എന്ന് അമ്മ എന്ത് ചെയ്യും? അല്ലേ? ഞാൻ തൃശ്ശൂര് ബൈബിൾ സ്കൂളിന്റെ ഡീനായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സോണിയ രണ്ടാമത് കുഞ്ഞിനെ ഉണ്ടായത്. അപ്പൊ മൂത്ത കുഞ്ഞിന് 1-2-2.5 വയസ്സായി. അപ്പൊ ഞാനവിടെ വാർഡൻ കൂടിയാണ് ആൺകുട്ടികളുടെ. അപ്പം ഒരു 10-10:30-11 മണി വരെ കുട്ടികളുടെ കാര്യം നോക്കി അവർ കുറഞ്ഞവരെ കഴിഞ്ഞാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഞാൻ വരുമ്പോൾ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കുഞ്ഞുറങ്ങി കാണും. കഴിക്കാൻ വേണ്ടി എടുത്തു വെക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, പുറത്തോട്ട് ഒറ്റ തട്ടാണ്. പിന്നെ എന്ത് ചെയ്യാ, അതെല്ലാം വാരി വൃത്തിയാക്കി എല്ലാം കളഞ്ഞ് ഇവളെല്ലാം വൃത്തിയാക്കി വീണ്ടും എന്ത് ചെയ്യാൻ, ഈ മണം അങ്ങോട്ട് ചോറെല്ലാം ഉണ്ടാക്കി വെക്കും, കടിക്കാൻ മണം അടിക്കും. എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് പൊതുവെയുള്ള അല്ലേ. അവിടെ വെച്ചൊക്കെ ഞാൻ ഈ നീങ്ങിപ്പോന്നുള്ള പാട്ടൊക്കെ എഴുതിയത്. ഞാൻ പറഞ്ഞത്, ചില ഭക്ഷണത്തോട് സ്വാഭാവികമായി വിരക്തി ഉണ്ടാകും. ചില ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, നിർദ്ദേശിക്കും. ചില ഭക്ഷണം തൊടുക പോലും ചെയ്തതെന്ന് മൂത്തവരെന്ത് ചെയ്യും, വീട്ടിലെ തലമുതിർന്നവര് പറയും, ആ ഭക്ഷണം കൊടുക്കണ്ട, നിനക്ക് മാത്രമല്ല, നീ മാത്രമല്ല കുഞ്ഞുങ്ങളിപ്പം ഡബിൾ, അതുകൊണ്ട് കൊടുക്കണമെന്ന് പറയും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കഴിക്കുന്ന പലതും നമുക്ക് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ ഉരുവിന് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് എപ്പോഴാ തിരിച്ചറിയുന്നത്? നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. നമ്മളങ്ങനെയല്ലല്ലോ, നമുക്ക് വാക്കുണ്ടല്ലോ, അകത്തേക്ക് പോകുന്ന ഒന്നും അശുദ്ധമല്ല, സ്തോത്രം ചെയ്ത് കഴിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അകത്തിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവൻ അശുദ്ധമാക്കുന്നത്. രാത്രി ഞാൻ തിരിച്ചറിയേണ്ട
യെസ്, നമുക്ക് ഉചിതമല്ലാത്തത് നമ്മൾ ചുമക്കുന്ന ക്രിസ്തുവിനും ഉചിതമല്ല. ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, വീഞ്ഞ് യഹൂദന്മാർക്ക് അവരുടെ ഭക്ഷണത്തിന്റെ ഭാഗമായി. എന്നാൽ ചിലരോട് പറഞ്ഞു, നീ വീഞ്ഞും മദ്യം എന്ത് ചെയ്യരുത്, കുടിക്കരുത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രഗ്നൻസി ആയിരിക്കുന്ന ടൈമില് നേരത്തെ കുളിച്ചോണം അല്ലെ, സന്ധ്യാമം പുറത്ത് ഇറങ്ങരുത്. എവിടുന്ന് ഇപ്പം സന്ധ്യാമല്ല മന്തി കഴിക്കാൻ ആൾക്കാർ പോകുന്നു. ഇപ്പം വല്ല അതുമല്ല മാമൂലും നോക്കുന്നു. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ആളെ ചുമക്കുന്ന ഒരാൾക്ക് ഒരുപാട് ഈ തടസ്സങ്ങളുണ്ട്. ഞാൻ ഈ ഗൈനക്കോളജി ക്ലാസ് എടുക്കുകയല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഈ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ഉപവാസം എന്ന് പറയുന്ന ഒരു പുതുജനനമാണ്. അതെങ്ങനെയാണ്, എന്താണെന്നാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം, ഞാൻ കഴിക്കുന്നത് എനിക്ക് ഉചിതമല്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ഉള്ളിൽ ഞാൻ ഒരാളെ ചുമക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഉചിതമല്ല എന്ന് പറയുന്നത്. എനിക്കിത് ശീലമില്ല എന്ന് പറയാൻ ഒക്കാനിട്ടല്ല. നമ്മളാണെ പറയും, ഞാനാണെങ്കിൽ പറയും, അച്ഛൻ തന്നതല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ പാസ്റ്ററോ നമ്മുടെ വേണ്ടപ്പെട്ടത് തന്നതല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ ഇട്ടിട്ട് പോയിട്ട് ഞാൻ ഇഞ്ച് ചെയ്തോളാം. ഇഞ്ച് ചെയ്യുമ്പോൾ ആരും കാണത്തില്ല എന്ന് പറയാൻ നമുക്ക് പ്രശ്നം എന്ന് പറയാൻ നമുക്ക് ഒക്കുന്നതല്ല. നമ്മളെ ഒപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെ എന്ത് ചെയ്യാം, അവരെ മുമ്പിൽ അവരെ പ്ലീസ് ചെയ്യണം, അവരെ വന്ദിക്കണം, അവർക്ക് പ്രസാദകരമായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ചുമക്കുന്ന പല സന്ദേശങ്ങൾ, നമ്മൾ പല ആശയങ്ങൾ, ക്രിസ്തുവിനെ ചില ചിന്തകൾ, ഒന്നുകൂടി പറഞ്ഞാൽ നമ്മളുടെ ജീവിതചര്യകൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് പലപ്പോഴും നമ്മൾ നടത്തുന്നത്. എന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ കൃത്യമായിട്ട്, ഞാൻ ഒരിക്കൽ പോലും എന്റെ ഉള്ളിൽ വഹിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ ഉചിതമല്ലാത്ത രീതി ചെയ്യുകയല്ല എന്ന് പറഞ്ഞാൽ കൃത്യമായി ഞാൻ ചുമക്കുന്ന ക്രിസ്തുവിന് വിരുദ്ധമായി ഒന്നും ചെയ്യുകയില്ല എന്നുള്ളതല്ല. പ്രത്യക്ഷമായി എനിക്കിത് ആര് തന്നോ അവരെ പ്രീതിപ്പെടുത്താനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായതുകൊണ്ട് പലപ്പോഴും നമ്മൾ എഴുതിവിടുന്ന ഓരോ കല്ലുകളും പാഴ്വേലകളായി മാറുന്ന കാഴ്ച. രാത്രിയിൽ ഒരു പുതുജനനം നമുക്കുണ്ടായി, ഉപവാസത്തിലുണ്ടായി എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ട എന്ന് പറയുന്നതിനോട് കൃത്യമായി നമുക്ക് അറിവുണ്ടാവണം. എന്തുകൊണ്ടാണ് ഞാനിത് വേണ്ടാന്ന് വെക്കേണ്ടത്? മനസ്സിലായോ? എന്തുകൊണ്ടാണ് എനിക്കിത് വേണ്ടാന്ന് വെക്കേണ്ടത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ക്രിസ്തുവിനെ ചുമക്കുന്നവൻ. നീ ശ്രദ്ധിച്ചേ, നാലാമത്തെ പോയിന്റ് പറഞ്ഞ അവസാനിപ്പിക്കാം. 1-2 പോയിന്റ് കൂടി. ഈ കുഞ്ഞിന് വേണ്ടി ഒരു വൈകാരിക ലോകം പോലും ഈ മാതാവ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേ മനസ്സാണ് അല്ലേ? അമ്മയുടെ ആഘോഷങ്ങൾ കുഞ്ഞിന്റെയും ആഘോഷങ്ങളാണ് അല്ലെ? അമ്മയുടെ ആഗ്രഹങ്ങൾ കുഞ്ഞിന്റെയും കൂടെ ആഗ്രഹങ്ങൾ. ശ്രദ്ധിച്ചേ, അമ്മയുടെ സങ്കടങ്ങൾ കുഞ്ഞിന്റെയും സങ്കടങ്ങളായി. തെളിവല്ലോ ഉണ്ടോ? ഈ എലിസബത്തിനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഉള്ളിൽ നിൽക്കുന്ന കുഞ്ഞെന്ത് ചെയ്യും? ഉദിച്ച് ചാടിയെന്ന്. പ്രത്യക്ഷമായി എന്തെല്ലാം കാര്യം നമുക്ക് അനുഭവിക്കാമോ, നമുക്ക് ആസ്വദിക്കാമോ, അതൊക്കെ ഉള്ളിലെ കുഞ്ഞിനെ കൂടി ആസ്വദിക്കുന്നതാകണം. മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ പറയാം. പ്രത്യക്ഷമായി നമുക്ക് എന്തെല്ലാം അനുഭവിക്കാമോ, നമുക്കെന്തെല്ലാം ആദരിക്കാമോ, നമുക്കെന്തെല്ലാം ആസ്വദിക്കാമോ, എന്തെല്ലാം സ്വീകരിക്കാമോ, അത് നമ്മൾ പേറുന്ന തത്വത്തിനു കൂടി, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിനു കൂടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി അഥവാ ഈ പ്രമാണത്തിനും യുക്തമാകണമെന്ന് ഈ ഉപവാസത്തിൽ എത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ അതാണ് ഏറ്റവും വലിയത്. ഇന്ന് രാത്രിയിൽ ഒരുപാട് കൃപാവരങ്ങൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും എന്റെ ഉള്ളിലെ ക്രിസ്തുവിനെ ഉചിതമല്ലാത്ത രീതിയിൽ ക്രൂശിക്കാൻ ഞാനില്ല എന്ന് പറയാനുള്ള ഒരു തന്റേടം നിങ്ങൾക്കുണ്ടാവണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഈ ലൈവിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമുക്ക് ഒരുപാട് കൃപാവരങ്ങളോ ഒരുപാട് വലിയ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ഞാൻ ഉറക്കെ പറയുന്ന വിശ്വാസ പ്രമാണം, ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ ശരി, ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ ബൈബിളിന് വിരുദ്ധമായി ഞാനൊന്നും ചെയ്യാൻ തയ്യാറാകുകയില്ല എന്ന്
എനിക്ക് പറയാൻ കഴിയണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ചിലതുണ്ട് എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്. നമ്മളെ തിരിച്ചറിയുന്നത് ജനമുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ചുമന്ന, ക്രിസ്തുവിനെ ഉള്ളിൽ പേറിയ, ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് പോയ ആ മറിയെ കൃപ ലഭിച്ചവളെ എന്ന് പറയാനിടയായിട്ട് ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയാൻ, നമ്മൾ ചുമക്കുന്നത് തിരിച്ചറിയാൻ ഇടയായിട്ടില്ല. അവസാനത്തെ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഈറ്റ്നോ എന്ന് പറയുന്നത് ഒരു സകല സംസ്കാരത്തിന്റെ, ആ സംസ്കാരത്തിലൂടെ ദൈവം രൂപപ്പെടുത്തുകയും ഉള്ളിൽ പേറുന്ന ശിശു പൂർണ്ണ വളർച്ചയെത്തി അത് പുറം ലോകം കാണാൻ ശ്രമിക്കുമ്പോൾ ഒരു മാതാവ് കടന്നു പോകുന്ന മാനസികവും ശാരീരികവും വൈകാരികവും എല്ലാ തലത്തിലുമുള്ള ഒരവസ്ഥയുണ്ട്. ഇതെല്ലാം സഹനത്തിലൂടി, ഒരു സഹന സംസ്കാരത്തിലൂടി അവൾ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ 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 പ്രവൃത്തി അഥവാ പുണ്യം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞെ ജന്മം കൊടുക്കുമ്പോൾ ലോകം മുഴുവൻ കീഴ്മേൽ മറിയുന്നതായിട്ടോ അല്ല ഇല്ലാതെയായി പോകുന്നതായിട്ടോ അസ്തമിച്ചു പോകുന്നതായിട്ടോ തോന്നി അത്രയും വേദന ഏറ്റുവാങ്ങുന്ന മാതാവ് അല്പനിമിഷം കഴിയുമ്പോൾ അവൾ അന്വേഷിക്കുന്നത്, തടയുന്നത്, തപ്പുന്നത്, അന്വേഷിക്കുന്ന ആരാ? കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ എന്ന് ചെവിയോർത്ത് ആ കുഞ്ഞിന്റെ കരം പിടിക്കാനാ, ആ കുഞ്ഞിനെ മാറോടൊന്ന് ചേർക്കാനാ. വൃത്തിയാക്കിയ കുഞ്ഞിനെ സ്വന്തം മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ അവൾ അനുഭവിക്കുന്ന ഒരു മാനസിക സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്, ആഘോഷമുണ്ട്. അതാണ് ലോകത്തിലെ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ ഈറ്റുനോവിൽ നൊന്ത് പ്രസവിക്കത്തക്ക നിലയിൽ ഉദരത്തിൽ അഥവാ ഹൃദയത്തിൽ പേരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയ, ക്രിസ്തു എന്റെ ഉള്ളിൽ തിരിച്ചറിഞ്ഞു ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എന്റെ സമയം കൂടെ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചേ, ക്രിസ്തുവിനിൽ ഉരുവായി എന്നുള്ളതാണ്. ക്രിസ്തുവിനിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, ഈ ഉപവാസ പ്രാർത്ഥന ഹല്ലേലൂയ ഒരു സാധാരണ പ്രാർത്ഥനയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ 21 ദിവസം ഈ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് നയിച്ച് ഈ മഴയും ഈ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ സമയങ്ങളിൽ ഈ പ്രിയമുള്ളവർ ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉള്ളിലെങ്കിലും ക്രിസ്തു ഉരുവാകണം. ചിലർ ക്രിസ്തുവിനെ ചുമക്കണം. ക്രിസ്തുവിനെ ചുമക്കുന്ന ആളുകൾ ഉചിതമായി തന്നെ അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ തനിക്ക് ശരിയാണെന്ന് തോന്നുന്നതെല്ലാം ഹല്ലേലൂയ ശരിയാണെന്ന് തോന്നുന്നതെല്ലാം, ഉചിതമാണെന്ന് തോന്നുന്നതെല്ലാം ഞാൻ വഹിക്കുന്ന ക്രിസ്തുവിന് കൂടി ഉചിതമാണോ അല്ലയോ എന്ന് അന്വേഷിക്കുവാനുള്ള ഒരു വലിയ അന്വേഷണമാണ് വാസ്തവത്തിൽ ഉപവാസം എന്ന് പറയുന്നത്. പൗലോസ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവപ്പെടുന്നവനായ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു സാധാരണ യോഗത്തിനല്ല നിങ്ങൾ വന്നിരിക്കുന്നത്, മറിച്ച് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഒരു വലിയ ആത്മഭ്രമ, വലിയ ഒരു ജനസഞ്ചയമോ ഒന്നും നിങ്ങൾക്ക് മുൻപിൽ കാണാൻ കഴിയില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ഞാൻ ശ്രദ്ധിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കാനിടയായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ചുമക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സ്, ഒരു സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഭക്ഷിച്ചാണ് എന്റെ ക്രിസ്തു വളരുന്നത് എന്ന് എത്ര പേർക്ക് തന്റെ അടുത്തോടുകൂടി പറയാൻ പറ്റും? ഹല്ലേലൂയ. എന്നെ ഭക്ഷിച്ചുകൊണ്ടാണ് എന്റെ ക്രിസ്തു വളരുന്നത്. ക്രിസ്തു എന്നിൽ വളരുന്നത് എന്നെ ഭക്ഷിച്ചുകൊണ്ടാണ് പറയാനൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
Glory to God, glory to God, glory to God. Hallelujah. എന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഇനി ഒരു പ്രാധാന്യവുമില്ല. എന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല. മറിച്ച് പിതാവേ, അങ്ങയുടെ ഇഷ്ടം, ക്രിസ്തുവേ, അങ്ങയുടെ ഇഷ്ടം, എന്റെ ഉള്ളിൽ വസിക്കുന്ന അങ്ങയുടെ ഇഷ്ടം മാത്രം നിന്നിൽ നടക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിലാണ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ദൈവേഷ്ടം അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക? ഞാൻ ഉപവസിക്കുക, അല്ലേ? അങ്ങനെ ഒരു പരിപാടി നമ്മുടെ ഉണ്ട്. ദൈവേഷ്ടം അറിയാൻ വേണ്ടി, ദൈവേഷ്ടം അറിഞ്ഞിട്ടല്ല ഉപവസിക്കുന്നത്, ദൈവേഷ്ടം അറിയാൻ എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ അഡ്മിഷൻ എടുത്തു ആന്ധ്രയിൽ. അതായത് പോവാ, ഞായറാഴ്ച ഒരു സാക്ഷ്യം, എന്റെ മോള് അടുത്ത ആഴ്ച ശനിയാഴ്ച പോവുക. അതുകൊണ്ട് തിങ്കൾ ചൊവ്വ 3 ദിവസം ഉപവാസം പുതിയ വീട്ടിൽ ഉപവാസം പറയണം. മറ്റൊന്നുമല്ല, അവിടെ പോകുന്നത് ദൈവത്തിന്റെ ഹിതമാണോ ഇല്ലയോ എന്ന് അറിയാം. അതെന്തിനാ? അഡ്മിഷനും എടുത്ത്, പൈസ അടച്ച്, ടിക്കറ്റും എടുത്ത്, ബാഗും വാങ്ങിച്ച്, സകല കാര്യം, അച്ചാറ് ഉണ്ടാക്കി, മീനച്ചാറ് വിട്ട്, സകല കാര്യം നടത്തിയിട്ട് ഈ പോകുന്നത് ദൈവഹിതമാണെന്ന് അറിയാൻ വേണ്ടി എടുക്കുന്നു. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി എടുക്കുന്നു. കൊച്ചിലൊരു കല്യാണം വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ അതെന്ത് ചെയ്യാം, അങ്ങ് ഉറപ്പിച്ച്. പക്ഷേ കാര്യങ്ങളൊക്കെ ഒരു കൃത്യമായി നടക്കണ്ടേ? അത് നടക്കുന്നത്, അവൾ അങ്ങോട്ട് പോകുന്നത് ദൈവഹിതമാണോ എന്നറിയാൻ ഉപവാസം. അങ്ങനെയാണെങ്കിൽ ദൈവഹിതം എന്ന് പറയുന്നത് ഈ അത്യാവശ്യം ഈ ഉപവാസ പ്രാർത്ഥന അവസാനം അതെങ്കിലും ഒന്ന് നമ്മൾ പഠിക്കുന്നു. എന്താ ദൈവഹിതം എന്ന് പറഞ്ഞത്? ഞാൻ എന്റെ ഒരു ഭാഷ പറയാം. ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ദൈവത്തിന് ഇഷ്ടമാണോ? അല്ല. ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് ഇഷ്ടമാണോ? ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇഷ്ട അനിഷ്ടങ്ങളുടെ തിരിച്ചറിവിന്റെ പേരാണ് ദൈവം. അത്രേ ഉള്ളൂ. അനുവാസമൊന്നും വേണമെന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളതല്ല ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല എനിക്ക് ഇഷ്ടമാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും തമ്മിൽ വേർതിരിച്ച് എപ്പോൾ അറിയാൻ കഴിയുമോ ആ അറിവിന്റെ പേരാണ് ദൈവത്തിന്റെ ഹിതം. നാം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ യുക്തി, നമ്മുടെ ബുദ്ധി, നാം പ്രാപിച്ച ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മുമ്പോട്ട് പോയിട്ട് തീരുമാനമെടുത്തേ നമുക്ക് ചോദിക്കാം ദൈവത്തോട്, ഇതെല്ലാം ഇഷ്ടമാണോ, ഇതെല്ലാം ഇഷ്ടക്കേടാണോ എന്നാണ്. പക്ഷെ നമ്മളതിന് പലപ്പോഴും നമുക്ക് ഈ ട്രഡീഷണൽ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളായതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും എന്ത് ചെയ്യാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ ന്യൂജനൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാര് പലരും പറയുന്നത് അവർ പിടിച്ച് എടുക്കുക, അവരെ ജീവിതത്തിൽ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും എന്ന് തന്നെയാണ്. അല്ലാതെ അതെങ്ങനെ അനുഗ്രഹിക്കും? ലോട്ടറി എടുക്കുമ്പോഴാണോ, അതോ ലോൺ വെച്ചിട്ടുണ്ട് അത് കിട്ടുമ്പോഴാണോ, കൊച്ച് UK പോയത് ഒരു വർഷം കഴിയും PR കിട്ടി ഇനി അതുവഴിയാണോ? നമ്മളിങ്ങനെ അനുഗ്രഹിക്കുന്ന വഴി ഒന്നുമില്ല, അനുഗ്രഹിക്കും, അത്രേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചാൽ അതിനുള്ള സോഴ്സ് കണ്ടെത്തണം. നമ്മൾ പലപ്പോഴും ഈ പ്രത്യക്ഷങ്ങളെയാണ് ഈ കണ്ടു ഭയക്കുന്നത്, പ്രത്യക്ഷങ്ങളെയാണ് സ്വീകരിക്കുന്നത്. പടക് മുങ്ങുമാറായി, പടക് മുങ്ങുമാറായി മുങ്ങാൻ പോകുക. പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്തു? തമ്പുരാനെ വെള്ളം വിളിച്ചുണർത്തി. നമുക്കറിയാം ഈ അക്കരയ്ക്ക് പോകാതെ പറഞ്ഞപ്പോൾ തന്നെ യേശു നേരെ തലവണ എടുത്തോളൂ, നേരെ അമരത്ത് പോയി എന്ത് ചെയ്തു? തലവണ വെച്ചു. എന്താ കാര്യം അറിയാമോ? തലവണ എടുത്തുകൊണ്ട് അമരത്ത് പോയത്. അല്ലെങ്കിൽ ഈ 12 പേരും കൂടി എന്ത് ചെയ്യും? തലവണയ്ക്ക് നടി ഉണ്ടാക്കും. അതുകൊണ്ടാണ് എന്റെ ഒരു ഭാഷ. ഈ അമരം എന്ന് പറയുന്നത്, അമരമാണ് ഒരു വള്ളത്തിന്റെ, ഒരു പടകിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ശ്രദ്ധിച്ചേ, ഈ അമരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. അവിടെ തന്നെയാണ് ക്രിസ്തു. അമരമാണ് ഈ സഞ്ചാരപഥങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥലം. അവിടെയാണ് യേശു. തെളിവുണ്ട് കേട്ടോ. എന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയും. എന്നാണ് യേശുവിനെ ഇവരെല്ലാം കൂടി പരിശ്രമിച്ചു, നടന്നില്ല. യേശുവിനെ ഉയർത്തി. നാം വായിക്കുന്ന ഇങ്ങനെയാണ്, യേശു എഴുന്നേറ്റിട്ട് ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. ഇവർ ആദ്യമേ ഈ പറയിനകത്ത് കയറിയ വെള്ളം എന്ത് ചെയ്തു? പേയിക്കളഞ്ഞു, അല്ലേ? ഇരച്ചു കയറിയ വെള്ളം തീർന്നു, പേയിക്കളഞ്ഞു. പക്ഷെ യേശു എഴുന്നേറ്റിട്ട് ചെയ്തത് കടൽ, കാറ്റെ ശാന്തമാകുക, കടലെ അടഞ്ഞ എന്ന് പറയുകയാണ്, അല്ലെ? അങ്ങനെയാ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ശിഷ്യന്മാർ മുഴുവൻ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ പടൽ മുങ്ങുമാറാക്കിയ പ്രത്യക്ഷമായ വെള്ളത്തെയാണ് അവർ ശാസിച്ചത്. പക്ഷേ യേശു എഴുന്നേറ്റിട്ട് ഈ വെള്ളത്തെ ഇളക്കിയ ഒരു മൂലകാരണമുണ്ട്. പ്രത്യക്ഷമല്ല, മൂലകാരണം. അതിനെയാണ് ശാസിച്ചത്.
പടക് മുങ്ങുമാറായാലും നമ്മളൊക്കെ മുങ്ങുമാറായാലും നമ്മൾ തിരിച്ചറിയണം, പ്രത്യക്ഷമല്ല, ഇതിനേക്ക് ഇളക്കുന്ന ഒരു ശക്തിയാണ്. എന്റെ സമയം ഇവിടെ തീർന്നു, ഞാൻ അവസാനിപ്പിക്കും. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാന നിമിഷം എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ 20 ദിവസം വേണ്ട, ഇന്ന് രാത്രി തന്നെ നമുക്കൊരു തിരിച്ചറിവുണ്ടാകും. അതിനുശേഷം നിങ്ങൾ ഘോഷിച്ചേ, എന്റെ ഉള്ളിൽ ഉരുവായ യേശുവിനെതിരായി, ക്രിസ്തുവിനെതിരായി, ഈ ഉരുവിനെതിരായി ഒരു വാക്ക് പോലും ഞാൻ പറയത്തില്ല. അതിന് ഹിതമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എന്റെ ഉള്ളിൽ ഉരുവായ ക്രിസ്തു എന്നെ ഭക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് കൂടി ഭക്ഷിക്കാവുന്നതേ എനിക്ക് ഞാൻ ഭക്ഷിക്കുകയുള്ളൂ. ക്രിസ്തുവിന് കൂടി ഇഷ്ടമുള്ളതേ ഞാൻ ചെയ്യുകയുള്ളൂ. എന്റെ ഭക്ഷണം പ്രത്യക്ഷമായ ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, ഞാൻ എന്ന വ്യക്തിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ സ്വീകരണങ്ങളും ക്രിസ്തുവിന് കൂടി അനുഭവിക്കാൻ കഴിയുന്നതായിരിക്കണം. അതാണ് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്റെ ഇഷ്ടത്തിന് ഒരു പ്രാധാന്യമില്ല, മറിച്ച് ക്രിസ്തുവിൽ ഉരുവായാൽ എന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ തകിടം മറിയണം. ഹല്ലേലൂയ. അതൊക്കെ മാറ്റിമറിയണം, അതൊക്കെ ഇല്ലായ്മ ചെയ്യണം. മറിച്ച് ക്രിസ്തുവിൽ വാഴുന്നത് കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിയായിത്തീരണം. ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്ന വ്യക്തി ഇതുവരെയും നയിച്ച ഒരു ജീവിതമോ സംസ്കാരമല്ല, എന്തും സഹിക്കാനും വഹിക്കാനുമുള്ള ഒരു സഹന സംസ്കാരത്തിന്റെ ഭാഗമായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പൗലോസ് പറയുന്നു, ഈറ്റുന്നവൻ പിറവിയിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ, ഹല്ലേലൂയ, ക്രിസ്തു നമ്മൾ ഉരുവായി, ഹല്ലേലൂയ, മുൻപോട്ട് പോകുന്ന വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണമെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം തന്നെ നമ്മെ ശോധന ചെയ്യണം. പ്രത്യക്ഷങ്ങളെയല്ല, മറിച്ച് മൂലകാരണത്തെ കണ്ടെത്തണം. ക്രിസ്തുവിന് വിരുദ്ധമായി, ക്രിസ്തുവിനെ ചുമക്കുമ്പോൾ അതിന് വിരുദ്ധമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ശക്തി, ഏതെങ്കിലും ഒരു സ്വഭാവ വൈശിഷ്ട്യം, ഏതെങ്കിലും ഒരു അവസ്ഥ എന്റെ ജീവിതത്തിലുണ്ട്. കർത്താവേ, ഞാനതിനെ ഉപേക്ഷിക്കുന്നത് പറയാനുള്ള ഒരു താഴ്മയുടെ മനസ്സ്, അത് ഉപേക്ഷിക്കുന്നത് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. ജീവിതത്തിൽ ഒന്നും ശരിയാകുന്നില്ല, എല്ലാ ദിവസവും മുൻപോട്ട് പോയിട്ട് ഒന്നും ശരിയാകുന്നില്ല, എല്ലാ കരടും അറിയുന്നു, ക്രിസ്തുവിനെ ചുമക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ കാര്യങ്ങളൊന്നും ശരിയായ ദിശയിൽ പോകുന്നില്ല എന്നാണ് നിങ്ങളുടെ അനുഭവമെങ്കിൽ, പ്രത്യക്ഷങ്ങളെയല്ല മൂലകാരണങ്ങളെ കണ്ടെത്താം. മൂലകാരണങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ തകിടം മറിക്കുന്ന ഒരു മൂല കാരണമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ശാസിക്കാൻ തയ്യാറാണ്. നമുക്ക് നമ്മെ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ, എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. യെസ്, യെസ്. ഇതൊരു സാധാരണ യോഗമല്ല, ഞാൻ തിരിച്ചറിയുന്നു, ഇതൊരു സാധാരണ യോഗമല്ല, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി, വലിയ ശക്തി, വലിയ ശക്തി ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ക്രിസ്തുവിനെ ചുമക്കുന്ന നമ്മൾ നമുക്ക് പറയാം, കർത്താവേ, എന്തെല്ലാം വന്നാലും ഞാൻ ക്രിസ്തുവിനെ വിട്ട് പിന്മാറുകയില്ല, ഞാൻ ക്രിസ്തുവിനെ വിട്ട് പിന്മാറുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ പരിശുദ്ധ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചതായി സ്തോത്രം. അങ്ങേ ചുമക്കുന്ന ഞങ്ങൾ പലപ്പോഴും കർത്താവേ, അങ്ങേക്കെതിരായി, അങ്ങയുടെ ഹിതത്തിനെതിരായി കർത്താവെ ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടി കർത്താവെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളാരും കർത്താവെ അങ്ങക്കെതിരായി തീരുന്നവരായിട്ടല്ല, അങ്ങ് ഞങ്ങളെ ഭക്ഷിക്കുന്ന തിരിച്ചറിവിൽ അങ്ങയുടെ ഹിതപ്രകാരം മാത്രം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തോട്, ഞങ്ങളുടെ കുടുംബ ജീവിതത്തോട്, ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തോട്, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തോട് അങ്ങ് സംസാരിച്ചുകൊണ്ട് നന്ദി പറയും. കർത്താവേ, ദാസനും സഭയിൽ തീരുമാനിച്ച ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം രാത്രി നമ്മുടെ പരിശുദ്ധാത്മാവ് ഓരോ കുടുംബങ്ങളോടും വ്യക്തികളോടും സംസാരിക്കാനായി തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് മാനിച്ചു അതിൽ ഉപയോഗിച്ചതായി ക്ഷണിച്ച കർത്താവ് സഭയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്കും
സഭാജനങ്ങൾക്ക് പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.
വീണ്ടും നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സന്ദേശം സർവശക്തനായ ദൈവം തന്റെ ദാസനിലൂടെ നമ്മോട് ഓരോരുത്തരോട് സംസാരിക്കാൻ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയല്ലോ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകേണ്ടതിന് വേണ്ടി പ്രസവവേദന എടുക്കുന്നതായിരിക്കുന്ന പൗലോസ് വലിയൊരു ആത്മഭാരത്തോടുകൂടെ കർത്താവ് നിങ്ങളുടെ മേൽ ജനിക്കേണ്ടതിന് വേണ്ടി, നിങ്ങളിൽ ജനിക്കേണ്ടതിന് വേണ്ടി വളരെയേറെ വേദനപ്പെട്ടതായിരിക്കുന്നതായ പൗലോസിനോട് ചേർന്ന് നിന്ന് ഈ ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ ഹിതമല്ല, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ആഴ്ചകളിൽ, അടുത്ത മാസങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ ഞങ്ങൾ എന്തായി തീരണമെന്ന് ഞങ്ങളതിനു വേണ്ടി ദൈവപാദപീഠങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയെ കുടുംബമായി ഹല്ലേലൂയ ദൈവം അവിടെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി കർത്തൃകരങ്ങളിൽ കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ആലയത്തിൽ കടന്നു വന്ന ദൈവത്തിന്റെ വചനമായി നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം ഇടയാക്കിയല്ലോ. ആ ദൈവകരങ്ങളിലേക്ക് മുറമായി ഏൽപ്പിച്ചുകൊണ്ട് നാം എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കേൾപ്പിച്ചതായ ദൈവത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ മുൻപോട്ട് കടന്നു വന്ന പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനാം ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിലായി കർത്താവ് കൃപ നൽകി തന്നതിനായി സ്തോത്രം. കർത്താവ്, ഈ രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വ്യക്തമായി ഞങ്ങളോട് അവിടെ നിലപെട്ടതിനായി സ്തോത്രം. ക്രിസ്തുവിനെ വഹിക്കുന്നവർ ഞങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ കർത്താവ് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ. അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രതികാൽ ഈ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, വേണ്ടദാസൻ പ്രിയാശനായി ഭാഷക്കായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. വേണ്ടദാസൻ സഭയായി 23 ഉപവാസത്തിലായിരിക്കുന്നല്ലോ. അവരുടെ പ്രാർത്ഥനയുടെ വിഷയത്തിലകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി അവിടെ ഇറങ്ങേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് രാത്രിയിലും അങ്ങയുടെ മാറ്റമില്ലാത്ത ആലോചന
ആലോചനകൾ കൈമാറുവാൻ കർത്താവിന്റെ ദാസൻ പ്രിയ ഷാജൻ ബാസെ കർത്താവെ ഞങ്ങളുടെ കരങ്ങളോട് അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദാസന്റെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. നമ്മുടെ ദാസന്റെ ശുശ്രൂഷകൾ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ചെയ്യേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രി കടന്നു വന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ മടങ്ങി പോകുന്നത് വലിയ സന്തോഷത്തോടെ ആയിരിക്കണം. നാളെ നടക്കുന്ന മീറ്റിംഗിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് അനുഗ്രഹമായി തീരും. ദൈവദാസന്മാരെ ദൈവം തക്ക സമയത്ത് കൂട്ടി വരുന്നു. ഇപ്പോൾ ഞങ്ങൾ മടങ്ങുന്നു. മടക്കി യാതൊരു ദൈവസാന്നിധ്യം ഉണ്ടാകണം. വീണ്ടും ഞങ്ങൾ കാണുമ്പോൾ ചെറുകിനവരെ പരിപാലിക്കണം. പ്രാർത്ഥനകളും യാതൊരു കേട്ടോട് സ്തോത്രം സകല ഞങ്ങൾ പേര് അർപ്പിച്ച യേശു കർത്താവിന്റെ അനുഗ്രഹമായ നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥന സ്തോത്രം ചെയ്യാം. കർത്താവിനെ കുറിച്ചും സ്തോത്രം ചെയ്യാം. ദൈവശബ്ദം നമ്മളെ കേൾപ്പിച്ചും സ്തോത്രം ചെയ്യാം. തന്റെ ദാസനെ ദൈവാത്മാവ് ഉപയോഗിച്ചും സ്തോത്രം ചെയ്യാം. ഈ ബലത്തോടെ കടന്നു പോകുകയും ഇരട്ടി ബലത്തോടെ നാളെ പ്രഭാതത്തിലും രാത്രിയിലും കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഓരോരുത്തരെയും ശക്തീകരിക്കുമാറാകട്ടെ. കടന്നു വന്ന ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേക സഭയുടെ എല്ലാ കുടുംബത്തിന്റെയും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മുടെ ശുശ്രൂഷയെ മാനിച്ചനുഗ്രഹിക്കുമാറാകട്ടെ. Yo,